നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. നീ കാണിച്ച മണ്ടത്തറ ഇതെല്ലാം വരുത്തി വെച്ചത്. അങ്ങനെ ഒരു കടുകൈ ചെയ്യാനൊരുക്കുന്നതിന് മുമ്പ് നീ നമ്മുടെ അച്ഛന്റെ മുഖമെങ്കിലും ഓർത്തില്ലല്ലോ മോളെ. ഇങ്ങനെയൊക്കെ ആയിത്തീരുന്നു ഞാൻ അറിഞ്ഞില്ല ചേച്ചി. മതി. എന്തു പറ്റി സനിമോളെ? രാവിലെ തന്നെ ഇടം തിരിഞ്ഞാണല്ലോ. കൂടെ നിൽക്കേണ്ടവരെ സഹായിച്ചില്ലെങ്കിലും സാരമില്ല. പക്ഷെ ദ്രോഹിക്കാൻ ഇറങ്ങി പുറപ്പെട്ട പിന്നെ എന്ത് ചെയ്യണം അച്ഛമ്മൻ? നിന്നെ ആര് ദ്രോഹിച്ചു? വേണമെന്ന് വെച്ച് ആരും ഒന്നും ചെയ്തതല്ലായിരിക്കും, ഞാൻ സമ്മതിച്ചു. പക്ഷെ എല്ലാത്തിനും ഫലം അനുഭവിക്കേണ്ടി വരുന്നത് ഒടുവിൽ ഞാൻ തന്നെയാണല്ലോ. അതിനിപ്പോ എന്താ സംഭവിച്ചത്? എന്താ അനുരാധ ഇവിടെ എന്തൊക്കെയായി പറയുന്നത്? അല്ലമ്മേ, അത് ശ്രീയും അവളും തമ്മില്. അത് കൊള്ളാം. എന്റെ സനു, സ്നേഹം ഉള്ളിടത്തെ ഈ സൗന്ദര്യ പിണക്കങ്ങൾ ഉണ്ടാകൂ. അച്ഛമ്മ വെറുതെ കഥ അറിയാതെ സംസാരിക്കല്ലേ. സൗന്ദര്യപ്പിണക്കത്തിന്റെ കാര്യമൊന്നും അല്ല ഞാൻ പറഞ്ഞു വരുന്നത്. പിന്നെ സാധാരണ ആങ്ങളമാരുണ്ടെങ്കിൽ പെങ്ങന്മാരുടെ ജീവിതം സുരക്ഷിതമാവുക ചെയ്യുന്നത്. ഇതിപ്പോ എന്റെ ഏട്ടന്മാര് കാരണം എന്റെ ജീവിതം തൊലയാൻ പോവും. ഞാൻ അന്നേ പറഞ്ഞതാ നിതീഷേട്ടനോട് വേണ്ടാത്ത കാര്യത്തിന് ഇറങ്ങി പുറപ്പെടരുതെന്ന്. സനു, നീ ചുമ്മാ സദാചാര പ്രസംഗത്തിന് നടക്കല്ലേ. എന്റെ ഭാഗത്തുനിന്ന് പറ്റിയ പിഴവുകൾ തിരുത്താൻ ഞാൻ തയ്യാറായതാണ്. അതിന് തടസ്സം നിന്നത് ഗിരിയേട്ടനാ. അത് നേരാ. ഈ കല്യാണം അവൻ നടന്നിരുന്നെങ്കിലേ ഈ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവത്തില്ലായിരുന്നു. നിതീഷേട്ടന്റെ പ്രവൃത്തിയും ഗിരിയേട്ടനെടുത്ത തീരുമാനവും രണ്ടും തെറ്റ് തന്നെയായിരുന്നു. അത് കാരണം ആരുടെയൊക്കെ മനസ്സമാധാനം ഇല്ലാതായതെന്ന് ഒന്ന് ആലോചിച്ച് നോക്ക്. നീ വെറുതെ നിതീഷിന് കുറ്റം പറയേണ്ട സനു. ഇപ്പൊ ഇതൊക്കെ സംഭവിക്കാൻ കാരണമായത് ഗിരിയേട്ടനെടുത്ത തീരുമാനം മാത്രമാണ്. ആര് കാരണമായാലും എത്ര പേരുടെ സമാധാനം ഇല്ലാതായത്? നന്ദിതയുടെ അമ്മയുടെ കാര്യം മാത്രമല്ല ഞാൻ പറയുന്നത്, എന്റെയും കൂടെ കാര്യം. അതുപോലെ ഓർത്ത് നിങ്ങൾക്ക് ആർക്കും ഒരു കോംപ്രമൈസ് ചെയ്യാൻ തോന്നിയില്ലല്ലോ. നമ്മൾ മാത്രം കോംപ്രമൈസ് ചെയ്തതുകൊണ്ട് എന്ത് കാര്യവും മോളെ? എന്റെയും നിതീഷിന്റെയും ഭാഗത്ത് നിന്ന് ചെയ്യാവുന്നതൊക്കെ ഞങ്ങൾ ചെയ്തല്ലോ. ഗിരി സമ്മതിക്കണ്ടേ? എന്തായാലും ഗിരിയേട്ടന്റെ തീരുമാനം അല്പം കടന്നുപോയി. അതെ, നന്ദിതയോടും അവളുടെ കുടുംബത്തിനോടും നമുക്ക് ചില ഉത്തരവാദിത്തങ്ങളൊക്കെ ഇല്ലേ? ഉത്തരവാദിത്തങ്ങൾ സുമിതയുടെ വീട്ടുകാരോട് മാത്രമല്ല, എനിക്ക് എന്റെ വീട്ടുകാരോടും ഉണ്ട്. എന്റെ മരിച്ചുപോയ അച്ഛനോടും ജീവിച്ചിരിക്കുന്ന അമ്മയോടുമുള്ള ഉത്തരവാദിത്തങ്ങൾ ഇനിയെങ്കിലും നിറവേറ്റാനാണ് ഞാൻ പരിശ്രമിക്കുന്നത്. അതുകൊണ്ട് എന്റെ തീരുമാനങ്ങളെ ആരും ചോദ്യം ചെയ്യാൻ വരണ്ട. ചികഞ്ഞന്വേഷിച്ചാൽ അതിൽ ശരികളും ന്യായങ്ങളും മാത്രമേ ഉണ്ടാവൂ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.